5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാലത്ത് നാം കേട്ടൊരു മുദ്രാവാക്യമാണ് രക്തവും വെള്ളവും കൂടി ഒന്നിച്ച് പോകില്ല. അത് നമ്മളങ്ങനെ പറയുമ്പോഴും ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ, ഒരു സൈനിക സ്ട്രാറ്റജിക്ക് അപ്പുറമുള്ള ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്തു. താൽക്കാലികമായി സിന്ധു നദിയിലെ അഞ്ച് നദികളെ കൂടെ പോകുന്ന പഞ്ചാബിലൂടെയും കാശ്മീരിൽ കൂടെയൊക്കെ പോകുന്ന 5 നദികൾ, സിന്ധുവിൻ്റെ പോഷക നദികളിൽ നിന്ന് പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നതിൽ ചെറിയൊരു ഇളവ് വരുത്തും. പിന്നീട് കാലാന്തരത്തിൽ അത് അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാ UN ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് അത് തുടരും. അത് ആ പ്രശ്നം പരിഹരിച്ച് വെള്ളം കൊടുക്കുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാനിൽ വളരെ വലിയ തോതിലാണ് കൃഷി നാശം വന്നിരിക്കുന്നത്. അവർക്ക് ഖാരിഫ് കൃഷി ചെയ്യാനുള്ള വെള്ളമില്ല. അവിടെ കൃഷിയുടെ കാർഷിക ഉൽപ്പാദനത്തിൽ കുറവുണ്ടായിരിക്കുന്നു, കൃഷി പ്രദേശങ്ങളിൽ കുറവുണ്ടായിരിക്കുന്നു. അങ്ങനെ വലിയ തോതിലാണ് പാകിസ്ഥാൻ ജലത്തിൻ്റെ ക്ഷാമം അനുഭവിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ ക്ഷാമം അനുഭവിക്കുമ്പോഴും ഭാരതത്തിൽ അമിത്ഷാ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ജലശക്തി അഭിയാൻ, അല്ലെങ്കിൽ കേന്ദ്ര ജലശക്തി അഭിയാൻ എന്ന് പറയുന്ന പഴയ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ജലവിഭവ വകുപ്പിനെ മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സിന്ധു നദീതലത്തിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി ഭീകരരാഷ്ട്രത്തിന് കൊടുക്കുന്ന പ്രശ്നമില്ല. അത് ഡിറ്റർമൈൻഡാണ്, അത് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ, കാശ്മീരിലേക്ക് കുറേ വെള്ളം കൊടുക്കാൻ കാശ്മീർകാർക്ക് കൊടുക്കുന്നു. കുറേ അധികം വെള്ളം കനാലുകൾ വഴി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു, ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, മധ്യ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലുള്ള ഒരു നിരവധി സംസ്ഥാനങ്ങളിലേക്ക് കനാലുകൾ വെച്ചുകൊണ്ട് വെള്ളം കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇന്നലെ വളരെ അസന്നിഗ്ധമായി അമിത്ഷാ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു, ഒരു കാരണവശാലും രക്തവും വെള്ളവും ഒന്നിച്ചു പോകുന്ന പ്രശ്നമില്ല. പാകിസ്ഥാൻ ഇനി ഭീകരവാദം ഉള്ളിടത്തോളം കാലം ഒരു തുള്ളി വെള്ളവും കൊടുക്കുന്ന പ്രശ്നമില്ല. 6 പ്രാവശ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് എഴുതിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം തരണം. മുൻപൊരിക്കൽ കാശ്മീരിൽ പണിയുന്ന 2 ഡാമുകൾ പണിയുന്നതുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു കത്തയച്ചിരുന്നു പാകിസ്ഥാന്. അവർ അത് മൈൻഡ് ചെയ്തില്ല മുൻ വർഷങ്ങളിൽ. അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാൻ നിരവധി തവണ, ഏകദേശം 6 തവണ നമുക്ക് കത്തെഴുതി, ഭാരതത്തിന് കത്തെഴുതി, ഇതെങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, വെള്ളം ഞങ്ങൾക്ക് തന്നേ കഴിയൂ, കാരണം ഞങ്ങളുടെ കൃഷിയാണ് പ്രശ്നം എന്ന് കൃഷിയും കുടിവെള്ളവുമാണ് പ്രശ്നം. 30 രൂപ ഉണ്ടായിരുന്ന അരി, നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന അരി 300 രൂപയിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഭക്ഷ്യക്ഷാമവും അതിനനുസരിച്ചുള്ള വിലക്കയറ്റവും കാർഷിക പ്രതിസന്ധിയുമാണ് പാകിസ്ഥാൻ നേരിടുന്നത്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട്. അത് പാകിസ്ഥാനോടും ഇന്ത്യയോടും മൊത്തത്തിൽ ലോകത്തിനോടും നമുക്ക് ചോദിക്കുവാനുള്ളൊരു ചോദ്യമാണ്. നമ്മൾ യുദ്ധങ്ങളുടെയും ഇതുപോലെ സംഘർഷങ്ങളുടെയും ഇടയ്ക്കുള്ള കുറച്ച് സമയമാണോ സമാധാനം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, രക്തവും വെള്ളവും ഒന്നിച്ചു പോകില്ല എന്ന് പറയുന്നത് ശരിയാണോ? രണ്ടും രണ്ടായി കാണണ്ടേ? പാരിസ്ഥിതികമായ വിഷയങ്ങളെ വെച്ച് നമ്മൾ യുദ്ധത്തെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാവപ്പെട്ട ജനങ്ങൾ ഇതിനകത്ത് ബുദ്ധിമുട്ടും. ഇത് ആദ്യം തിരിച്ചറിയേണ്ടത് പാകിസ്ഥാനാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ലോകരാജ്യങ്ങളും ഇത് തിരിച്ചറിയണം. ഇങ്ങനെ അതിനൊരു പാഠം കൂടിയായിട്ടായിരിക്കാം ഇന്ത്യ ഒരുപക്ഷെ ഇത് ചെയ്യുന്നത്. പക്ഷെ എന്തായിരുന്നാലും ഇത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. സൈനിക യുദ്ധം നടക്കട്ടെ, ഭീകരത്താവളങ്ങളെ അല്ലാതെ ആക്രമിച്ചോട്ടെ, ഡ്രോൺ യുദ്ധവും മിസൈൽ യുദ്ധവും ഒക്കെ നടക്കട്ടെ, അതൊക്കെ ലോകത്ത് സംഭവിച്ചു വരും. അതില്ലാത്തൊരു ലോകമുണ്ടാകും നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. ചിലപ്പോൾ സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല, നമ്മൾ ചത്തുവും. അത്ര വലിയ ഭീകരതയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോഴും വെള്ളം പങ്കുവയ്ക്കാതെയും കൊടുക്കാതെയും എടുക്കാതെയൊക്കെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയം, അത് ഒരു രാജ്യത്തിനും ഏത് രാജ്യത്തിനും ഭൂഷണമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്താനാകില്ല. അത്രമാത്രം ദുരന്തങ്ങളാണ് 1947 മുതൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം, അത് രാഷ്ട്രമാണെന്ന് പോലും പറയാൻ കഴിയില്ല. ഒരു മതസംഘടനയെന്നും പറയാൻ കഴിയില്ല. മതസംഘടനകളെല്ലാം അങ്ങനല്ല. ഒരു ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഇതിപ്പോൾ തുടരുകയാണ്. പക്ഷേ അത് സ്ഥിരമായി കൊടുക്കില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ വളരെ ഗൗരവമായി ഇതൊക്കെ ചിന്തിക്കണം. തങ്ങളുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അവസരം തങ്ങളുടെ നിറകെട്ട തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ മുഴുവൻ പാപഭാരവും നിങ്ങളെ പിന്തുടരും. എന്തായാലും ഇത് ഇന്ത്യ തൽക്കാലം തരാനൊന്നും പോകുന്നില്ല, കൊടുക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും സിന്ധു നദിയിലെ വെള്ളം ഇന്ത്യ പൂർണ്ണമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരു കാരണവശാലും പാകിസ്ഥാന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടായി പുറത്തു വന്നിട്ടുള്ളത്. അത് പല രൂപത്തിൽ പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ അമിത്ഷാ ഇന്നലെ അസന്നിഗ്ധമായി
അനിഷേധ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെള്ളം തരുന്ന പ്രശ്നമില്ല. മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് വെള്ളപ്പൊക്കവും പ്രളയവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ രാജ്യത്ത് തന്നെ, ഇന്ത്യയിലെ തന്നെ, ഭാരതത്തിലെ തന്നെ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളമായും കൃഷിക്കും വേണ്ടി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്, അതിൻ്റെ കനാലുകളുടെ പണി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യം, മിഷൻ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതും ലോകത്തിൻ്റെ ഭീകരവാദ യുദ്ധചരിത്രത്തിൽ മറ്റൊരു അധ്യായമായിരിക്കും.